Yesterday we discussed up to market-based approach. ഇന്നിപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ലെഡ് അപ്രോച്ച്, അതായത് എന്തുകൊണ്ടാണ് ഗവൺമെന്റിന് പ്രാധാന്യം കൊടുക്കേണ്ടത്, ചില പ്രധാനപ്പെട്ട മേഖലകൾ ഗവൺമെന്റിന് പ്രാധാന്യം കൊടുക്കുക. കാരണം ഒരു ഡെവലപ്പിംഗ് രാജ്യമാവുമ്പോൾ ആ രാജ്യത്തിൽ സാധാരണഗതിയിൽ വളരെയധികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, അതായത് അവരുടെ സ്വന്തം ഫാമിലിയുടെ മെമ്പേഴ്സിനും അവർക്കും ആ കൃഷി ചെയ്യുന്ന ആൾക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും മാത്രമായിട്ട് ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിന് ലക്ഷ്യം വെക്കാതെ ഉൽപ്പാദിപ്പിക്കുന്നതിനെ പറഞ്ഞത് സെൽഫ് അഗ്രികൾച്ചർ, സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞത്. പിന്നെ ഇൻഡസ്ട്രീസ് ഇന്നലെ പറഞ്ഞു, ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ. ലാസ്റ്റ് അൺഎംപ്ലോയ്മെന്റ്, ധാരാളം അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, അണ്ടർ എംപ്ലോയ്മെന്റ് ഉണ്ട്. Unemployment മാത്രമല്ല, what is the meaning of underemployment? That means a person who is not getting a job according to his qualification. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ജോലി കിട്ടാതെ അദ്ദേഹം വേറെ ഏതെങ്കിലും ഒരു താഴ്ന്ന ജോലി ഏറ്റെടുക്കുന്നതിനെ പറയുന്നത് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ലോ ഇൻകം, ലോ സേവിങ്, ലോ ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം ഒരു ഡെവലപ്പിംഗ് രാജ്യത്തിനെ അഭിമുഖീകരിക്കുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഒറ്റടിക്ക് തന്നെ സ്വകാര്യ മേഖലയ്ക്ക് കയറി അങ്ങോട്ട് പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഈ മേഖലകളെല്ലാം, പ്രധാനപ്പെട്ട മേഖലകളെല്ലാം ഗവൺമെന്റിനെ ഏൽപ്പിക്കുക. അതിനെ പറഞ്ഞത് സ്റ്റേറ്റ് ലെഡ് അപ്രോച്ച് എന്ന് പറയുന്നത്, ഗവൺമെന്റിനെ ഏൽപ്പിക്കുക. ആദ്യം ആഫ്റ്റർ ദ ഇനീഷ്യൽ എക്സൂബറൻസ്, അതായത് ആദ്യം ഭയങ്കര ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെന്റ് പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ്, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി. പിന്നീടാണ് ഇഷ്ടം പോലെ സ്കാമുകൾ, കുംഭകോണങ്ങൾ, കോൾ സ്കാം, ടെലികോം സ്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ പൊതുമേഖലയിലുള്ള വിശ്വാസം അവർക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ സാവധാനം അവരെ എന്ത് പറഞ്ഞു, ലെറ്റ് us give this more importance to the private sector, സ്വകാര്യ മേഖലയിൽ ഏൽപ്പിക്കുക. കാരണം അവര് വളരെ സെൽഫ് കോമ്പീറ്റിംഗ് ആണ്, അവര് പ്രോഫിറ്റ് മോട്ടീവാണ്. therefore there will be intense competition. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് അതിന്റെ ഗുണം യഥാർത്ഥത്തിൽ കിട്ടുകയും ചെയ്യും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് ഒരു പാസീവായിട്ടുള്ള റോള് കൊടുക്കുക. പാസീവായിട്ടുള്ള റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റർ ഓൺ നമ്മൾ പറയും ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട്, ഒരു സഹായിക്കണം. ഒരു ഫെസിലിറ്റേറ്റർ മീൻസ് ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം ഗവൺമെന്റിനെ കണ്ടാൽ മതി. ഇനി അടുത്തത് ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതായത് നമ്മുടെ രാജ്യത്തിൽ വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇൻക്ലൂസീവ്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വളർച്ച നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ 5-year പ്ലാൻ, ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി തൊട്ട് ഇപ്പോഴും വരെ യഥാർത്ഥത്തിൽ ഈ ലക്ഷ്യം ഇതാണെങ്കിൽ പോലും, പക്ഷെ വളർച്ച നേടുമ്പോൾ വി ഫൈൻഡ് ദാറ്റ് ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ് ഓർ ഗ്രോത്ത് വിത്ത് ഈക്വിറ്റി അത് ഗവൺമെന്റിന് അല്ലെങ്കിൽ രാജ്യത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. വളർച്ച ഉണ്ടായിട്ടുണ്ട്, ആ വളർച്ച കൊണ്ട് സം ഹാവ് ബിക്കം റിച്ചർ ആൻഡ് റിച്ചർ ആൻഡ് പീപ്പിൾ ഹാവ് ബിക്കം പുവർ ആൻഡ് പുവർ. നൗ ദ ഡിസ്റ്റിങ്ഷൻ, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പറയും, വാട്ട് ഈസ് ദ ബേസിക് ഡിസ്റ്റിങ്ഷൻ, ദാറ്റ് ഈസ് ദ റിച്ച് ആൻഡ് ദ പുവർ. അതെല്ലാം പോയി. ഇപ്പൊ ദ റിച്ച് ആൻഡ് ദ മോർ റിച്ച്, ദ പുവർ ആൻഡ് ദ മോർ പുവർ, ദാറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് മീൻസ് ഗ്രോത്ത് വിത്ത്, അപ്പോൾ രാജ്യത്തിന് വളർച്ച ഉണ്ടായി, പക്ഷെ ആ വളർച്ച എല്ലാവർക്കും ഒരേപോലെ നേടിയെടുക്കാൻ സാധിച്ചില്ല. ധാരാളം ഇനീക്വാലിറ്റീസ്, അസമത്വം നമ്മുടെ ജനങ്ങളുടെ ഇടയിലും സംസ്ഥാനങ്ങളുടെ ഇടയിലും യഥാർത്ഥത്തിൽ ധാരാളമായിട്ട് ഡിസ്പാരിറ്റീസ്, വ്യത്യാസങ്ങൾ, ഇനീക്വാലിറ്റീസ് യഥാർത്ഥത്തിൽ വന്നു കഴിഞ്ഞു. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ശ്രദ്ധിക്കുക. ഇൻക്ലൂസീവ് ഗ്രോത്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇതെല്ലാം ഷോർട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the concept of inclusive growth has been a part of the planning strategy right from it has been that an economy with the gross disparities in wealth and assets, growth of national income without the intervention and would result in perpetuation of inequalities. അപ്പൊ കാതലായിട്ട് സെന്റൻസ് ആണ് അതിനകത്ത് എഴുതേണ്ടത്. വെറുതെ വാരി വലിച്ച് എഴുതിയിട്ട് കാര്യമില്ല. 3 മാർക്കാണ്. വലിയ പാരഗ്രാഫ് എഴുതിയിട്ടും കാര്യമില്ല. കാരണം അവര് 3 മാർക്ക് എന്ന് പറയുമ്പോൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ 4 സെന്റൻസ്. നിങ്ങൾ എത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ 5 മാർക്ക് തരാൻ പറ്റൂല. 3 മാർക്ക് ഒരിക്കലും തരികയില്ല, ഞാൻ തരില്ല.
അപ്പൊ അതുപോലെ തന്നെ കാതലായിട്ടുള്ള സെന്റൻസസ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ്? നിലനിർന്നു കൊണ്ടുപോകുന്ന ഡെവലപ്മെന്റ് ആയിരിക്കണം. അല്ലാതെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആദ്യം തന്നെ എന്താണ് കമ്മീഷൻ റിപ്പോർട്ടില് ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് 1987 റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഈ സെന്റൻസ് ആണ് സസ്റ്റൈനബിൾ. ഇറ്റ് ഈസ് ദാറ്റ് ഡെവലപ്മെന്റ് വിച്ച് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ ഡിമാൻഡ്സ്. അതായത് ഇപ്പോഴത്തെ ജനറേഷനെ സ്റ്റാർവേഷനിൽ പട്ടിണി ഇട്ടിട്ടുള്ള അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നീക്കിവെക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് യാതൊരു വിധത്തിലുള്ള ഒന്നും കരുതി വെക്കാതെ ഇപ്പോഴത്തെ തലമുറയുടെ മാത്രം സന്തോഷം മാത്രം കരുതിക്കൊണ്ടല്ല ഒരു ഡെവലപ്മെന്റ് വേണ്ടത്. A development process in which the present generation should be happy. At the same time, the future generation also, we should set aside something for the future generation. ഏതെങ്കിലും ഇപ്പോൾ ഒരു ഗവൺമെന്റ്, ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി പറയണേ ഞാൻ ഭരിക്കുന്ന സമയത്ത് എല്ലാവരും നല്ല സന്തോഷമായിരിക്കണം. അപ്പോൾ രാജ്യത്തുള്ള എല്ലാ വിഭവങ്ങളും മനസ്സിലായോ 24 hours ബേസിൽ എല്ലാം ഇങ്ങനെ കുഴിച്ചെടുക്കുന്നതാണ്. പെട്രോളൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കൊടുക്കുന്നതാണ്. നെല്ലും ഇതെല്ലാം കാര്യങ്ങളെല്ലാം ഗോഡൌണിൽ നിന്ന് എല്ലാം ശേഖരിച്ച് കൊടുക്കുന്നതാണ്. ഡീസലും ഇതെല്ലാം അയണോറും പിന്നെ സ്റ്റീലും ഇതെല്ലാം ആവശ്യത്തിന് കുഴിച്ചെടുക്കുന്നതാണ്. വാട്ട് വിൽ ഹാപ്പൻ വെൻ ദ നെക്സ്റ്റ് നമ്മളുടെ മക്കള്, നിങ്ങളുടെ കുഞ്ഞുങ്ങള്, മനസ്സിലായോ, അവർ ഇതുപോലെ നിങ്ങളെ പോലെ വലുതായി വരുമ്പോൾ അവർക്ക് ഒന്നും ഉണ്ടാവില്ല. ബാക്കി എന്തായിരിക്കും കിട്ടിയിരിക്കുന്നത്? പട്ടിണിയും ദാരിദ്ര്യവും പിന്നെ ഹങ്കറും ദാരിദ്ര്യവും അസമത്വവും രോഗങ്ങളും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഹാസ് ഹാപ്പൻ ടു മെനി കൺട്രീസ് ഇൻ ദ വേൾഡ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ യഥാർത്ഥത്തിൽ ഗോൾസ് എന്താണ് നോക്കിയേ. 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കവർ 17 ഗോൾസ്. ഈ സെന്റൻസ് ഇതും കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് തരാത്തവർ 3 മാർക്ക് തന്നു പോകും. ചിലപ്പോൾ ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ചിലപ്പോൾ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. വാട്ട് ആർ ദ ഗോൾസ്? 17 ഗോൾസ്. നോ പോവർട്ടി ഉണ്ടായിരിക്കരുത്, അല്ലെ? പോവർട്ടി ഉണ്ടായിരിക്കരുത്, ഹങ്കർ ഉണ്ടായിരിക്കരുത്, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഈക്വാലിറ്റി, ക്ലീൻ വാട്ടർ, സാനിറ്റേഷൻ, അഫോർഡബിൾ, ഇങ്ങനെ ഇതെല്ലാം ഇതുപോലെ തന്നെ എത്രയാണ് 17 പ്രധാനപ്പെട്ട ഗോൾസ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇക്കണോമിക് സിസ്റ്റം, ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. ഇക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞു ഇതിനകത്ത് കുറെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. Economic system is a system in which there is the capitalism, the coexistence of the capitalism as well as socialism. അപ്പോൾ സോഷ്യലിസം, ചില രാജ്യങ്ങൾ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളാണ്, ചില രാജ്യങ്ങൾ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാണ്. ചില രാജ്യങ്ങൾ എന്താണ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് മീൻസ് സ്വകാര്യ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുക. അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം പരമാവധി ലാഭമെടുക്കുക. വിഭവങ്ങളെല്ലാം സ്വകാര്യ വ്യക്തികളുടെ കൈവശമാണ്. ഉൽപ്പാദിപ്പിക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ഗവൺമെന്റിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. ലെസ്സെഫെയർ, ഫ്രീ ട്രേഡ് ആണ് കൊടുക്കുന്നത്. ഗവൺമെന്റിന് കൊടുക്കുന്ന എന്താണ്? ഒരു പോലീസുകാരൻ ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. സാധാരണ പോലീസുകാർ ചെയ്യുന്ന എന്താണ്? വ്യക്തികൾ അവരുടെ വ്യക്തി താല്പര്യത്തിന്റെ പിന്നാലെ പോകുമ്പോൾ there may be clash. അല്ലേ? നിങ്ങൾക്ക് ലൈസൻസ് തന്നിട്ടുണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട്, എനിക്ക് ലൈസൻസ് തന്നിട്ട് ഞാൻ എന്നിട്ട് നടുക്കൂടി ഓടിച്ചിട്ട് പോവുകയാണ്. എന്താണ്? എനിക്ക് ലൈസൻസ് ഉണ്ട്, മറ്റേ ആൾക്ക് ലൈസൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മറ്റേ ആളുടെ റൈറ്റ് നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ we should take to the left, he also will take to the left, there will be no clash. അപ്പൊ എന്തെങ്കിലും ഒരു ക്ലാഷ് വരുമ്പോഴാണ് പോലീസുകാർ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇടപെടുന്നത്. അതേപോലെ വ്യക്തികൾ സ്വയം താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, മനസ്സിലായോ, അവർ എല്ലാ പിന്നെ ഇല്ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും അവർ ഉപയോഗിക്കും. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് ഇടപെടുക. അപ്പൊ പോലീസ് ഡ്യൂട്ടി മാത്രമേ അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. നേരെ മറിച്ച് സോഷ്യലിസം അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഒരു രാജ്യത്തിന്റെ ഉൽപാദന ഘടകങ്ങളെല്ലാം ഗവൺമെന്റിന്റെ കയ്യിലാണ്. മനസ്സിലായോ? പ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, സേവനത്തിന് വേണ്ടി, ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ലെസ്സെഫെയർ ഒന്നുമില്ല. ഗവൺമെന്റ് വിൽ ഡിറ്റർമിൻ, they will decide എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം, പിന്നെ ഏതെല്ലാം മേഖലകൾക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം, ഇതെല്ലാം തീരുമാനിക്കേണ്ട ഗവൺമെന്റാണ്.
റഷ്യയിലൊക്കെ ചെന്നിട്ട് ഞാൻ പോയിട്ടില്ല, അവിടെ പോയ സാറുമാരെ ഞങ്ങളെ പഠിപ്പിച്ച പോലെയാണ്. റഷ്യയിൽ ചെന്നിട്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ദിസ് ഈസ് മൈ ഷർട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഗവൺമെന്റിന്റെ ഷർട്ടാണ്, ഗവൺമെന്റാണ് തന്നിരിക്കുന്നത്. കാരണം എല്ലാ വിഭവങ്ങളും ഗവൺമെന്റ് കസ്റ്റഡിയിലാണ്. നമ്മൾ ജോലി ചെയ്യുക ടു ഈച്ച് വൺ അക്കോർഡിംഗ് ടു ഹിസ് ഫോർ ഈച്ച് വൺ അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി. ഓരോരുത്തരുടെ കഴിവ് പോലെ ജോലി ചെയ്യുക. ആൻഡ് ടു ഈച്ച് വൺ അക്കോർഡിംഗ് ടു യുവർ നീഡ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പൈസ തരുള്ളൂ. നിങ്ങൾക്ക് അവിടെ സമ്പാദിക്കാനൊന്നും പൈസ തരികയൊന്നുമില്ല. ഓരോരുത്തർക്കും നിങ്ങൾക്ക് ആവശ്യത്തിന്. ദിസ് ഈസ് ദ ഒറിജിനൽ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ്. അതൊക്കെ ഇപ്പം മാറിപ്പോയി. അതൊക്കെ പണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടിരുന്നിട്ടാണ് കുറെ ജനങ്ങളെ ഇങ്ങനെ വളരെ ഇഷ്ടംപോലെ അവർ ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മാറിയിട്ടുണ്ട്. ലോകം മാറി. ലോകം മറ്റ് രാജ്യങ്ങൾക്ക് തുറന്നു കൊടുത്ത്, മനസ്സിലായോ? അപ്പോൾ ചൈനയും റഷ്യയും the so called socialist countries ആണെന്ന്, നോൺ കൺട്രീസ്, അവരെന്ത് ചെയ്ത്? അവരും യഥാർത്ഥത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു. പിന്നെ ചെക്കോസ്ലോവാക്യ, ഹംഗറി, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായി ഒരു ഒറ്റപ്പെട്ട രാജ്യമായിട്ട് അധികം നാൾ നീണ്ടു നിൽക്കാൻ പറ്റില്ല. അപ്പൊ അത് കാരണം അവരെന്ത് ചെയ്ത്? they also went in for ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും. യുഗോസ്ലോവാക്യ, ഹംഗറി എക്സെട്ര. ഇനി unlike capitalism, സോഷ്യലിസത്തിലെ സിസ്റ്റം is based on individual goodwill and others rather than on self interest. ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നതാണ്. ഇനി in between these two നമ്മൾക്ക് ഇന്ത്യയിൽ എന്താണ് ഉള്ളത്? മിക്സഡ് എക്കോണമി ഉണ്ട്. ആ മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ co-existence ഓഫ് ദ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും. പബ്ലിക് സെക്ടർ എന്താണ്? സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് ആണ്. പ്രൈവറ്റ് സെക്ടർ എന്താണ്? ക്യാപിറ്റലിസ്റ്റ് കൺസെപ്റ്റ് ആണ്. നമ്മൾക്ക് ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു ക്ലിയർ എക്സാമ്പിൾ ആണ്. നമ്മുടെ ഭരണഘടന നമ്മൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് ഇന്ത്യ ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമല്ല, സോഷ്യലിസ്റ്റ് രാജ്യമല്ല. പക്ഷേ ഇന്ത്യ ഈസ് നോൺ ആസ് എ മിക്സഡ് എക്കോണമി വേർ ദർ ഈസ് ദ കോ എക്സിസ്റ്റൻസ് ഓഫ് രണ്ടുപേരും ഒരുമിച്ച്. നമുക്ക് ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട്, പ്രൈവറ്റ് ബസ് ഉണ്ട്. നമുക്ക് ഗവൺമെന്റ് ഓൺഡ് ഫാക്ടറി ഉണ്ട്, സ്വകാര്യ ഫാക്ടറികളുണ്ട്. ഇവിടെ FICT ഉണ്ട്, TCC ഉണ്ട്, പിന്നെ HMT ഉണ്ട്. ഇതുപോലെയുള്ള ഫാക്ടറികളൊക്കെ ഈ കർമ്മശ്ശേരിയിൽ കുറേ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ അപ്പോളോ ടയേഴ്സ്, അത് ഗവൺമെന്റിന്റെ ഫാക്ടറി അല്ല, അത് സ്വകാര്യ വ്യക്തികളുടെ ഫാക്ടറിയാണ്. മനസ്സിലായോ? ചെറിയ ചെറിയ കമ്പനികളുണ്ട്, അത് വലിയ വൻകിട കമ്പനികളുണ്ട്. അപ്പോൾ രണ്ട് കമ്പനികളും രണ്ട് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. റെയിൽവേസ് ആക്ച്വലി ബിലോങ്സ് ടു ദ ഗവൺമെന്റ്. നമുക്ക് റോഡ് ട്രാൻസ്പോർട്ട് നമുക്കറിയാം, പബ്ലിക് പിന്നെ ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട്, പ്രൈവറ്റ് ബസ് ഉണ്ട്. രണ്ട് ദേ വിൽ ഓപ്പറേറ്റ്. അപ്പോൾ എംഫസിസ് നമ്മൾ എന്താണ്? മിക്സഡ് എക്കോണമിയാണ്. ഇപ്പൊ മിക്സഡ് എക്കോണമി മീൻസ് വി വിൽ ഹാവ് ബോത്ത് ദ സെക്ടേഴ്സ് വർക്കിംഗ് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. ആൻഡ് പ്രധാനമായിട്ടുള്ള മേഖലകളെല്ലാം ഗവൺമെന്റിന്റെ കൈവശം ഏൽപ്പിക്കുകയും മറ്റ് പ്രധാനമായിട്ടുള്ള അത്ര വലിയ പ്രാധാന്യമില്ലാത്ത വകുപ്പുകളെല്ലാം സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിക്കുകയും ചെയ്യും. പിന്നെ ഗവൺമെന്റിന് ആവശ്യമാണെങ്കിൽ ദർ ഈസ് നോ സെക്ടർ ഇൻ വിച്ച് ദ ഗവൺമെന്റ് കനോട്ട് എൻറ്റർ. രണ്ടുപേർക്കും വീതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രൈവറ്റ് ബസ് മാത്രം ഓടുന്ന റൂട്ടിൽ ചിലപ്പോൾ അവർ ഗവൺമെന്റ് വേണമെങ്കിൽ നാഷണലൈസ് ചെയ്യും. നീ തുടങ്ങി ഞങ്ങൾ ഓടിക്കണം. അപ്പൊ ഗവൺമെന്റിന് വേണമെങ്കിൽ ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് വേണമെങ്കിൽ ഏത് മേഖലയിലും പ്രവേശിക്കാം. ഞാൻ ലേറ്റർ ഞാൻ പറഞ്ഞു വരും. പിന്നെ അതിനെ പറഞ്ഞ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാനപ്പെട്ട പങ്കുകളാണ്. ഇനി ഞാൻ ആ ഭാഗം വരുമ്പോൾ സ്കിപ്പ് ചെയ്യും കേട്ടോ. ഇത് കൂടെ പറഞ്ഞാൽ ഇത് മനസ്സിലാവുള്ളൂ. ഗവൺമെന്റിന് പ്രധാനമായിട്ടും 3 പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആണ് ഏൽപ്പിക്കുന്നത്. ഒന്ന് പ്രൊഡ്യൂസർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. രണ്ടാമത് റെഗുലേഷൻ ഓഫ് ദി അതർ ഇൻഡസ്ട്രീസ്. സ്വകാര്യ അവരൊരു ഓവറോൾ ഫ്രെയിംവർക്ക് ഉണ്ടാക്കും. ഈ ചട്ടക്കൂട്ടിൽ നിന്ന് വേണം യഥാർത്ഥത്തിൽ ദ പ്ലാനിങ് കമ്മീഷൻസ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പഞ്ചവത്സര പദ്ധതികളുണ്ടായി. ഈ പഞ്ചവത്സര പദ്ധതിയിലൊക്കെ ചെയ്യുന്നത് ഈ 5 വർഷത്തേക്ക് ഒരു ഭരണ ചട്ടക്കൂട് അവരുണ്ടാക്കും. ഈ ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ പൊതുമേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഗുലേഷൻ ഉണ്ട്. റെഗുലേഷൻ എങ്ങനെയാണ്? ലൈസൻസ് മേടിക്കണം, എൻവയറമെന്റൽ ക്ലിയറൻസ് മേടിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറെ ഡിലേ ഒക്കെ വരും. അപ്പൊ റെഗുലേഷൻ രണ്ടാമത്. മൂന്നാമത് എന്താണ്? ഫെസിലിറ്റേറ്റ്. ഇന്നിപ്പോൾ ഗവൺമെന്റിന് വളരെ മിനിമം ആയിട്ടുള്ള ചാർജ് മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. മർമ്മപ്രധാനമായിട്ടുള്ള ഡിഫൻസ്, അറ്റോമിക് എനർജി, സ്പേസ് സയൻസ്,
ഇങ്ങനെയുള്ള വളരെ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള മേഖലകൾ മാത്രം ഗവൺമെന്റ് ഏൽപ്പിക്കുകയും ബാക്കിയെല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ റോൾ എന്താണ്? ഇപ്പൊ ഇറ്റ് ഈസ് എ ഫെസിലിറ്റേറ്റർ, കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്തി കൊടുക്കുക, സൗകര്യപ്പെടുത്തി കൊടുക്കുക. പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ കണ്ടാലറിയാം, ഐ ആം ബിറ്റ് ഓൾഡ്. പഠിക്കുന്ന സമയത്ത് തൊഴിൽ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ റോട്ടിൽ കൂടിയൊക്കെ ഈ സിന്ദാബാദ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ വരാൻ പോകുന്നതുകൊണ്ട് കമ്പ്യൂട്ടർ തൊഴിൽ അവസരങ്ങൾ നശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കാരണം അജ്ഞത കൊണ്ടാണ്. നേരെ മറിച്ചാണ്, കമ്പ്യൂട്ടർ വന്നപ്പോൾ തൊഴിലവസരങ്ങൾ ഗണ്യമായിട്ട് കൂടി. മനസ്സിലായോ? നേരത്തെ ഗവൺമെന്റ് മാത്രം ആശ്രയിച്ച് ജോലി കൊടുത്തിരുന്ന ഇപ്പൊ ഗവൺമെന്റ് റോൾ അതല്ല. 1991 ശേഷം നമ്മളുടെ ഗവൺമെന്റ് ഓപ്പൺ അപ്പ് ചെയ്തപ്പോൾ സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും പിന്നെ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണമൊക്കെ ഏറ്റെടുത്തപ്പോൾ ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വമില്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും ജോലി തന്നെയല്ലോ. ഗവൺമെന്റ് വേണമെങ്കിൽ അത് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. സ്വകാര്യ വ്യക്തികളാണ് ഗവൺമെന്റ് ജനങ്ങൾക്ക് ജോലി കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത്? നല്ല റോഡ്, ഞാൻ പറഞ്ഞില്ലേ, എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഊർജം, അത് ഏതൊരു ഇതായിക്കോട്ടെ, നല്ല റോഡ്, നല്ല ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ശരിയാ. അതിനെ പറഞ്ഞ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ്. അതൊക്കെ റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ സ്വകാര്യ വ്യക്തികൾ അല്ലെ, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കൂടുകൂട്ടുക. സ്വകാര്യ വ്യക്തികൾ തന്നെ കയറി ഒന്ന് മുട്ടയിടും. അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ വേണമെങ്കിൽ പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് ദ എന്താണ് മിക്സഡ് എക്കോണമി നമ്മൾ പറഞ്ഞത്. ഇല്ലേ, 2 phases ഓഫ് മിക്സഡ് എക്കോണമി. അപ്പോൾ മിക്സഡ് എക്കോണമിയിൽ 1900 സിൻസ് ദ ഇൻട്രഡക്ഷൻ ഓഫ് 1991 there has been a substantial expansion of economic space for the private sector. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് പ്രൈവറ്റ് സെക്ടറിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഗവൺമെന്റ് മാറി. കാരണം എന്താ? ഹ്യൂജ് കറപ്ഷൻ ഇഷ്ടം പോലെ എവിടെ ചെന്നിട്ടെങ്കിലും. ഇപ്പൊ കണ്ടില്ലേ 40%. ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഈസ് ട്രൂ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഇലക്ഷനിൽ 40% കമ്മീഷൻ എന്നാ പറയുന്നത്. അത് ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. കാരണം കോൺട്രാക്ടേഴ്സ് ഒക്കെ അവർ റെക്കോർഡോടുകൂടിയാണ് വരുന്നത്. അവിടെ ഒരു തൊഴിൽ തുടങ്ങുമെങ്കിൽ 40% കമ്മീഷൻ കൊടുക്കണം. ഇപ്പൊ കേരളത്തിൽ പറഞ്ഞത് ഇപ്പൊ 40 കഴിഞ്ഞപ്പോ 80% ആയി എന്നാ പറയുന്നത്. ഇതൊന്നും പ്രൂവ് ചെയ്യാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഇലക്ഷന് വേണ്ടിയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണോ ഇല്ലയെന്ന് അറിയാൻ പാടില്ല. അപ്പൊ എനിവേ ദർ ഈസ് സ്കാം, ടെലികോം സ്കാം. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് നമുക്ക് ടെലികോം സ്കാം ഉണ്ടായി. പിന്നെ 2G സ്കാം, അതേപോലെ തന്നെ കൽക്കരി കുംഭകോണം. ഇതെല്ലാം കൊണ്ട് ഈ ഗവൺമെന്റ് സെക്ടറിന് ആളുകൾക്ക് വിശ്വാസമില്ലാതെ. So let us hand it over to the private sector. Then public sector are the commanding heights. What the phase 1? Commanding heights. 1991 നമ്മൾ പറഞ്ഞു 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ പൊതുമേഖലയ്ക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥാനം കൊടുക്കുക. പൊതുമേഖലയ്ക്ക് ഓക്കെ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക് സിസ്റ്റം, സ്റ്റേറ്റ് മീൻസ് രാജ്യത്തിന് 3 പ്രധാനപ്പെട്ട പങ്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? Producer of goods and services, as a regulator of overall system, and also a supplier of public goods and social goods. Like primary education, it has become very, very expensive. എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, പണ്ട് ഈ സേവനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ കയറ് വെക്കുന്നതും ഈ 2 സെക്ടേഴ്സാണ്. രാജ്യത്തിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഡൊണേഷൻ മേടിക്കാൻ പാടില്ല. LKG കുട്ടികളെ ചെല്ലുമ്പോൾ തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കണം. രണ്ടാമത് ഇത്ര രൂപ അവർക്ക് ഡൊണേഷൻ കൊടുക്കണം. ഇതെല്ലാ സ്കൂളിലും നടക്കുന്നു. ഡൊണേഷൻ എന്നല്ല മേടിക്കണം, മറ്റേതെങ്കിലും ഒരു പേര്, ഒരു ഓമ്പന പേര് പറഞ്ഞ് അങ്ങോട്ട് മേടിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ പബ്ലിക് സെക്ടർ ഈസ് ഗിവൺ ദ കമാൻഡിംഗ് ഹെഡ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു പബ്ലിക് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതെല്ലാം മാറ്റി ഇൻ ദ ഇനീഷ്യൽസ് ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ ക്യാപിറ്റൽ വാസ് കൺസ്ട്രക്ട്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ പബ്ലിക് സെക്ടറിനെ മുൻപന്തിയിൽ നിർത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ രാജ്യം പിന്നെ ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ നമുക്ക് മൂലധനമൊന്നുമില്ല. സ്വകാര്യ വ്യക്തികളുടെ കൈവശം മൂലധനമില്ല, നിക്ഷേപിക്കാനായിട്ട് മൂലധനമില്ല. ഗവൺമെന്റിന് വേണമെങ്കിൽ അവർക്ക് അവരുടെ കൈവശം പണമില്ലെങ്കിൽ അവർക്ക് ബോണ്ട് ഇറക്കാം, കടപ്പത്രം ഇറക്കാം, വിദേശ രാജ്യത്തിന് കടം മേടിക്കാം, അവർക്ക് വേണമെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാം.
മൂലധനം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാം. അപ്പൊ അത് കാരണം എന്താ, എല്ലാ മർമ്മപ്രധാനമായിട്ടുള്ള എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും ഗവൺമെന്റിനെ ഏൽപ്പിച്ചു. അതിനാണ് നമ്മൾ പറഞ്ഞത് കമാൻഡിങ് ഹൈറ്റ്സ് ഓഫ് ദി ഇക്കോണമി, പ്രൊഡ്യൂസർ ഓഫ് ഗുഡ്സ് ആണ്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു മനസ്സിലായോ? മൂന്നാമത്തതാണ് പ്രൈമറി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. Producer of services, expression in the system of planning with the public enterprises engaged in major productive activities. Say for example, power generation and distribution. അതുപോലത്തെ മർമ്മപ്രധാനമായിട്ടുള്ള മേഖലകൾ മാത്രം ഗവൺമെന്റിനെ ഏൽപ്പിക്കുക. രണ്ടാമത് എന്താണ്, റെഗുലേറ്റ് ചെയ്യുക. മറ്റ് സ്ഥാപനങ്ങൾ, പബ്ലിക് സെക്ടർ മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങളും അവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ റെഗുലേറ്റ് ചെയ്യുക. മൂന്നാമത് ജനങ്ങൾക്ക് ആവശ്യമാണ്. പലപ്പോഴും ഈ പബ്ലിക് ഗുഡ്സിലേക്ക് ആളുകൾക്ക് പബ്ലിക് ഗുഡ്സിന്റെ ഉത്പാദനത്തിലേക്ക് പ്രവേശിക്കാൻ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം വളരെ കുറവാണ്. സേ ഫോർ എക്സാമ്പിൾ വാട്ടർ സപ്ലൈ, ഹു ഈസ് ആക്ച്വലി എൻ്ററിങ് ഇറ്റ്? കാരണം വെള്ളത്തിൽ മായം ചേർക്കാൻ പറ്റൂല. പറഞ്ഞു മനസ്സിലായോ? മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രധാനമായിട്ട് പബ്ലിക്കിന്റെ സേവനം. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ അന്ന് കിട്ടിയിട്ട് എന്ത് ചെയ്തു, സ്വകാര്യ സ്ഥാപനങ്ങൾ അവര് ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് അഡ്മിഷൻ മേടിച്ചെടുത്തിരിക്കുന്നത്. ഗവൺമെന്റ് ടീച്ചേഴ്സൊക്കെ നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ ഒരു ഏപ്രിൽ മെയ് ആയപ്പോൾ വന്നു, അയ്യോ ഞങ്ങളുടെ ഡിവിഷൻ ഫോളോന്ന് എൻ്റെ ജോലി പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കരിഞ്ഞു പിടിച്ചൊക്കെ വരും. എന്ന് ചോദിച്ചു നോക്കിയേ, ടീച്ചറിന്റെ പിള്ളേർ എവിടെയാണ് പഠിക്കണേന്ന്? അവര് ഗവൺമെന്റ് സ്കൂളിലല്ല. വളരെ അപൂർവം പിള്ളേർ മാത്രം, ടീച്ചേഴ്സിന്റെ പിള്ളേർ മാത്രം അവരുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നുള്ളൂ. അവർ അതിൻ്റെ അടുത്തുള്ള ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ട് അവർ കൊണ്ടുവരും. മനസ്സിലായോ? എങ്ങനെ പഠിപ്പിച്ചാലും 10% കൂടുതൽ പിള്ളേർ രക്ഷപ്പെടുകയില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ ഞാൻ പഠിച്ച്, ഞാൻ ഡിഗ്രി പാസ്സായി, ഞാൻ ബിടെക് പാസ്സായി, അല്ലെങ്കിൽ ഞാൻ മറ്റേ ഏതെങ്കിലും കോഴ്സ് പാസ്സായി എന്ന് പറയാനുണ്ട്. മനസ്സിലായോ? സ്മാർട്ട് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പിള്ളേർ എപ്പോഴത്തെ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇപ്പം നിങ്ങളിപ്പോൾ ഇതിന് ഡിഗ്രിക്ക് പഠിക്കണേ, നിങ്ങളെ കൂടി എന്തോരം പിള്ളേർ പഠിച്ചിട്ടുണ്ടാകും. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് എവിടെയെല്ലാം എത്തി, എന്തോരം എത്തി, അതൊക്കെ കുറച്ച് പേര് മാത്രമേ എത്തിയിട്ടുള്ളൂ. അത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരേ ബെഞ്ചിൽ നിന്ന് നിങ്ങൾ പഠിച്ചു, ഒരേ ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ചു, ഒരേ ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചു, ഒരേ ലെസൺസ് നിങ്ങൾ പഠിപ്പിച്ചു, ടീച്ചർ പഠിപ്പിച്ചു, റാങ്ക് കിട്ടുന്ന ആൾക്കാണ് ഒരാൾക്ക് റാങ്ക്. ഇത് 10% കൂടുതൽ പിള്ളേരുകൾ കൂടുതൽ, കാരണം ഫോളോ അപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. ലെറ്റ് ഇറ്റ് ബി വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്, ഓൾസോ ദ ഗവൺമെന്റ് റിസർവ് ദ റൈറ്റ് ടു എൻ്റർ ഈവൻ ദോസ് ഇൻഡസ്ട്രീസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മർമ്മപ്രധാനമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് ആദ്യം തന്നെ മൂലധനം അത്യാവശ്യമാണ്. ആ മൂലധനം ഗവൺമെന്റ് മാത്രമേ റേസ് ചെയ്യാൻ പറ്റുള്ളൂ. അവരെത്തില്ലെങ്കിലും അവർക്ക് ബോണ്ട് ഇറക്കാം, RBI നിന്ന് പണം വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം, വിദേശ രാജ്യത്തിന് വേണമെങ്കിൽ കടമെടുക്കാം. ഇതൊന്നും നമ്മൾക്കില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അത്യാവശ്യം വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈവൻ ഗവൺമെന്റിന് മാറ്റിവെക്കാത്ത മേഖലകൾ പോലും ഗവൺമെന്റിന് വേണമെങ്കിൽ also the government reserve the right to enter even those industries which were not explicitly reserved for the public sector. Okay, decline in public investment from the mid-60s was instrumental in the growth that lasted till the 1970s. Thus, from a position of occupying the commanding heights of the economy, the public sector degenerated into an employment granting welfarist role agencies. എന്താണ് കമാൻഡിങ് ഹൈറ്റ്സ്? കമാൻഡിങ് ഹൈറ്റ്സ് ഏറ്റവും ഉയർന്ന പൊസിഷൻ. അതിൽ നിന്നും ഗ്രാജുവലായിട്ട് ഉദ്യോഗസ്ഥ മേധാവികളോടും നമുക്ക് വിശ്വാസക്കുറവും സ്കാമുകളും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് പിന്നെ അവരുടെ ഇത് താല്പര്യമില്ലായ്മയും ഉത്തരവാദിത്വമില്ലായ്മയും ഇതെല്ലാം കൊണ്ട് പല പബ്ലിക് സെക്ടേഴ്സും now they are running in deep red. Deep red means ഭീമമായിട്ട് നഷ്ടത്തിലാണ് പോകുന്നത്. ഈ നഷ്ടത്തിലോട്ട് പല സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഇപ്പോൾ ഗവൺമെന്റ് വിറ്റ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, പബ്ലിക് സെക്ടറിന്റെ പബ്ലിക് വ്യവസായ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റടിച്ച് സ്വകാര്യ മേഖലയ്ക്ക് മറ്റ് മ്യൂച്വൽ ഫണ്ട്സിനും കൊടുക്കുന്ന സിസ്റ്റത്തെ നമ്മൾ പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുക.
ഗവൺമെന്റ് അത്യാവശ്യമായിട്ട് പൈസക്ക് അത്യാവശ്യമായിട്ട് വരുമ്പോൾ അതെന്ത് ചെയ്യും, ഇതിൽ പൊതുമേഖലാ ബാങ്കുകളുടെ പിന്നെ ഓഹരികൾ അവർ സ്വകാര്യവൽക്കരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇത് ചെയ്യും. ഇനി ഇൻക്രീസിങ് റോൾ ഓഫ് ദ മാർക്കറ്റ് നമ്മൾ പറഞ്ഞു തന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ കമാൻഡിങ് ഹൈറ്റ്സ് ചെയ്യുന്നു. അവരുടെ റോൾ എന്തായി? ഇൻഡു ആണ് എംപ്ലോയ്മെന്റ് ഗ്രാൻഡിങ് വെൽഫെയറിസ്റ്റ് റോൾ ഏജൻസിയാണ് ഇപ്പോൾ അവരുടെ. ഇനി ഇൻക്രീസിങ് റോൾ ഓഫ് ദ മാർക്കറ്റ്, വീണ്ടും തിരിച്ചു വരികയാണ് സ്വകാര്യ മേഖലയിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വീണ്ടും തിരിച്ചു വരും നമ്മൾ റോൾ ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ 1980-കളിലെ പ്രധാനമായിട്ടുള്ള റിഫോംസ് ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് 1991 ഇതിന് ആദ്യമായിട്ട് ഇതിന് തറക്കല്ലിട്ടത് ഈ 1991 നമ്മുടെ രാജ്യത്തിനെ പുറം രാജ്യത്തിലേക്ക് തുറന്ന് ഓപ്പൺ ഇക്കോണമി ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ച ചില മാർഗനിർദ്ദേശം, ചില റിഫോംസ് ഉണ്ട്. അതാണ് 1980 ഒന്ന് അവരെന്താണ് ചെയ്ത്? ഇമ്പോർട്ട് ലിബറലൈസേഷൻ ചെയ്ത്, പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. അത് കുറച്ച് ലിബറലൈസ് ചെയ്യാൻ മീൻസ് ഉദാരവൽക്കരിച്ചു. അതായത് നമ്മൾ നേരത്തെ 100% ഉണ്ടായ അല്ലെങ്കിൽ 150% ഉണ്ടായ ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ റെഡ്യൂസ് ചെയ്ത് 10% രണ്ടാമതായിട്ട് എക്സ്റ്റൻഷൻ ഓഫ് എക്സ്പോർട്ട് ഇൻസെന്റീവ്സ് ത്രൂ ടാക്സ് സിസ്റ്റം ആൻഡ് ലിബറൽ ആക്സസ് ടു ക്രെഡിറ്റ്. എക്സ്പോർട്ട് ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്തു? കുറെ പ്രോത്സാഹനങ്ങൾ കൊടുത്ത്. ടാക്സ് അവർക്ക് കുറവായിരുന്നു, വാറ്റോ അല്ലെങ്കിൽ GST അവർക്ക് കുറവായിരുന്നു. അതുപോലെ തന്നെ റിലാക്സേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് റിക്വയർമെന്റ്സ്, ഇതൊന്നും അവർക്ക് ആവശ്യമായിട്ടില്ല, ലൈസൻസ് എടുക്കേണ്ട ആവശ്യമായിട്ടില്ല. ഡയറക്റ്റ് ലൈസൻസിങ് ഓഫ് സം ഓഫ് ദ ഇൻഡസ്ട്രീസ് ത്രൂ ബ്രോഡ് ബാൻഡിങ്. നാലാമത് control of administered prices. എന്താണ് administered prices? What is administered prices? മനസ്സിലായോ? ഡിമാൻഡും സപ്ലൈയുമാണ് ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നത്. ഡിമാൻഡും സപ്ലൈയും കണക്കിലെടുക്കാതെ ഈ ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നതിനെ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസസ്. പെട്രോൾ ഫോർ എക്സാമ്പിൾ, അന്താരാഷ്ട്ര വിപണിയൊക്കെ വില കൂട്ടിയിട്ടൊന്നും കാര്യമായിട്ടുള്ള വർധനവൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഡിമാൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തില്ല, ഗവൺമെന്റ് ഒരു വില ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഓയിൽ റിഫൈനറി കമ്പനിക്കും വലിയ നഷ്ടമില്ല, ജനങ്ങൾക്കും വലിയ നഷ്ടമില്ല. വർഷങ്ങളായിട്ട് മറ്റേങ്ങനെയല്ല, ഓരോ ദിവസവും 5 പൈസ 10 പൈസ 1 രൂപ വെച്ചിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ട് നിശ്ചയിക്കുന്ന വിലയാണ് പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസസ് എന്ന് പറയുന്നത്. ഇതെല്ലാമാണ് ഈ മാർക്കറ്റ്, അതായത് ഇൻക്രീസ് അതുകൊണ്ട് മാർക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്ത ഇത്. ഇനി നോക്കിക്കൊള്ളുക, ഇതിന്റെ പിന്നെ ഇതായിട്ട് ഇത് റിഫോംസ് 1990-കളിലെ റിഫോംസ് എന്താണെന്ന് അതായത് അബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ആൻഡ് നാരോയിങ് ദ സ്കോപ്പ് ഓഫ് ദ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്ങിന് ആവശ്യമില്ല, ആർക്ക് വേണമെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ലൈസൻസിങ്ങിന്റെ ആവശ്യമില്ല. പിന്നെ ഗവൺമെന്റ് സെക്ടറിന്റെ പ്രാധാന്യം ഗണ്യമായിട്ട് കുറച്ചുകൊണ്ടുവന്ന് ഫോറിൻ ഡയറക്റ്റ് ആൻഡ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് FDI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. വ്യവസായ സ്ഥാപനങ്ങളിലോ ബാങ്കുകളൊക്കെ നേരിട്ട് വന്ന് തുടങ്ങിയ FDI. FPO is something different. Investing in the stock market is foreign portfolio investment. മറ്റേത് ഇൻവെസ്റ്റിംഗ് ഇൻ സം സെക്ടേഴ്സ്, കൃഷിയിലോ പിന്നെ ഇൻഡസ്ട്രിയിലോ ബാങ്കിങ്ങിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. ദെൻ സ്വീപ്പിംഗ് ലിബറലൈസേഷൻ ഓഫ് ട്രേഡ്, വ്യാപാരങ്ങൾ ഉദാരവൽക്കരണം. കാരണം ഇമ്പോർട്ട് ലൈസൻസിംഗ് ഇല്ല. പ്രോഗ്രസീവ് റിഡക്ഷൻ ഓഫ് നോൺ ടാരിഫ്, മറ്റെല്ലാം ടാരിഫ് മീൻസ് ടാക്സ്, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട നികുതി, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട, ഇതെല്ലാം ഭയങ്കരമായിട്ട് ഉദാരവൽക്കരണം. നേരത്തെ 50%, 60%, 90%. ഓക്കെ, ഗോൾഡ് എന്താണ് എപ്പോഴും കരിപ്പൂരും കണ്ണൂരൊക്കെ ഗോൾഡൊക്കെ പിടിക്കുന്നുണ്ട്. എൻ്റെ കാരണം എന്താണ്? ഇന്റർനാഷണൽ വില തന്നെ, ഗോൾഡിന്റെ വില ഇന്റർനാഷണൽ വില എല്ലായിടത്തും ഒന്ന് തന്നെ. പക്ഷെ ഈ ഡ്യൂട്ടിയിൽ കുറച്ച് കുറവുണ്ട്. അത് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും കുട്ടികളുടെ വയറ്റിലും, മനസ്സിലായോ? ഇന്നലെ ഒരു സ്ത്രീ ഒരു പ്ലെയിനിൽ ഒരു സ്ത്രീ കേൾക്കുന്നത് എന്തോ പ്രിസ്ക്രൈബ്ഡ് വെയിറ്റ് കുറക്കാനായിട്ട് 5 കിലോത്തിന്റെ ഡ്രസ്സാണ് കൊടുത്തേക്കുന്നത്, വൺ ഓൺ ടോപ്പ് ഓഫ് ആണ്. മനസ്സിലായോ? പിന്നെ തേപ്പൊട്ടിക്കകത്തും പിന്നെ മിക്സിക്കകത്തൊക്കെ ആളുകൾ കൊണ്ടുവന്ന് വെക്കുന്നത് നിസ്സാര ലാഭം അതുകൊണ്ടുണ്ടാവും, അത്രേ ഉള്ളൂ.
ഇന്റർനാഷണൽ വിലയും ഗോൾഡിന്റെ വിലയും ഇന്ത്യയുടെ വിലയും മറ്റു നാഷണലിന്റെ വിലയും, പക്ഷെ അവരുടെ ഡ്യൂട്ടി സ്ട്രക്ചറിലും ഒക്കെ വ്യത്യാസം, പിന്നെ പണിക്കൂലി ഇതിനൊക്കെ വ്യത്യാസമാണ്. അതാണ് അവർ ഈ ഇങ്ങോട്ട് പോരുമ്പോൾ ഓരോരുത്തരും കുറച്ച് ഗോൾഡ് കടത്തേണ്ട ആവശ്യം വന്നിരിക്കുന്നത്. അടുത്തത് ഫിനാൻഷ്യൽ സെക്ടർ ലിബറലൈസേഷൻ. അപ്പോൾ ക്യാപിറ്റൽ ഇഷ്യൂസ് അലാവിങ് ഫോറിൻ ബാങ്കുകൾക്ക് ഇന്ത്യയിൽ വേണമെങ്കിലും അവർക്ക് ഓപ്പൺ ചെയ്യാം. ഇൻഷുറൻസ് സെക്ടർ അവർക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. ദെൻ ലിബറലൈസേഷൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് ഇൻ ഇമ്പോർട്ട് ഓഫ് സർവീസസ്, ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ അവർക്ക് വേണമെങ്കിൽ പിന്നെ വിദേശ സേവനം അവർക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം. കൺട്രീസ് ഇൻ ജനറൽ ആർ മൂവിങ് അവേ ഫ്രം ദ റോൾ ഓഫ് സ്റ്റേറ്റ് ആസ് എ പ്രൊഡ്യൂസർ ഓഫ് ഗുഡ്സ്. ഇന്നിപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഗവൺമെന്റിന് പ്രധാനപ്പെട്ട പങ്കൊന്നുമില്ല ആസ് എ പ്രൊഡ്യൂസർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി റെഗുലേറ്റ് ചെയ്യേണ്ട വലിയ ആവശ്യമില്ല. അതിന്റെ റെഗുലേഷൻ കുറച്ചേ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആ പേരും പറഞ്ഞ് റെഗുലേഷന്റെ പേരും പറഞ്ഞ് പലപ്പോഴും ഡിലേ വരുന്നുണ്ട്. എൻവയറമെന്റൽ ക്ലിയറൻസ് മേടിക്കണം, ഇൻഡസ്ട്രിയൽ ലൈസൻസ് മേടിക്കണം, മറ്റത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഉദ്യോഗസ്ഥരായിട്ട് കറക്കുന്നത്. അവർക്ക് കൈക്കൂലി വേണം. ചില ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോൾ കാശ് കൊടുക്കേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇവരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്? ഒന്ന് സ്കാമുകൾ, കുംഭകോണങ്ങൾ, 2G സ്കാമും, അതേപോലെ തന്നെ കൽക്കരി സ്കാമും, ഇതുപോലെ ഇനിയും ഇഷ്ടംപോലെയൊക്കെ വരുന്നു വരും. ഒരു ഗവൺമെന്റ് മാറുമ്പോൾ ഇപ്പൊ കർണാടകയിൽ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെന്റ് ഏതെല്ലാം കോൺട്രാക്റ്റുകൾ വെച്ച് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞു. ഞങ്ങളൊന്ന് പരിശോധിച്ചിട്ട് കൊടുക്കാം. 40%, 30% ആണോ 40% ആണോ കമ്മീഷൻ കൊടുത്തിട്ട് അതൊക്കെ ഞങ്ങളൊന്ന് റിവ്യൂ ചെയ്യുക. കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? കേന്ദ്രത്തിന്റെ എൻഫോഴ്സ് EDനെ കൊണ്ട് അവിടുത്തെ പ്രബലരായിട്ടുള്ള ആളുകളെ അവര് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ഡിസ്പ്രപ്പോർഷനേറ്റ് വെൽത്ത് ഉണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ കളികളാണ്. ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഗവൺമെന്റിനോടും രാജ്യത്തിനോടുള്ള താല്പര്യം ഗണ്യമായിട്ട് കുറഞ്ഞുപോയി. സോ ആസ് എ ഡിക്രീസ് ഗവൺമെന്റിന്റെ റോള് ആസ് എ പ്രൊഡ്യൂസർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഗണ്യമായിട്ട് കുറഞ്ഞു വരികയും ആൻഡ് primacy and increasing primacy according to the market forces enhances the role of the state from being a regulator to the facilitator. അപ്പോൾ ആദ്യം നമ്മൾ കമാൻഡിങ് ഹൈറ്റ്സ് കൊടുത്ത്, പിന്നെ റെഗുലേറ്ററായിട്ട് കൊടുത്ത്, ഇപ്പോഴെന്താണ് ഫെസിലിറ്റേറ്റർ. എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്ററിനും ഒരു പ്രധാനപ്പെട്ട കടമയുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താണ് കടമ? സ്ട്രക്ചർ ഫ്രം ബിലോ. നല്ല ബേസ് ഉണ്ടായിരിക്കണം. റോഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്, റെയില്, പിന്നെന്താണ് പിന്നെ പോർട്ട്, ഇതെല്ലാം ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് രാജ്യത്തിന്റെ പുരോഗതിയും അതനുസരിച്ച് ഉണ്ടാകും. പിന്നെ ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഈ മേഖലയിലൊക്കെ, പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ്, ഈ മേഖലയിലൊക്കെ ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ, അവര് പിന്നെ രാജ്യത്തിന് ഭാവിയിൽ പൂർണ്ണമായിട്ട് വളർച്ചയുണ്ടാകും. തമിഴ്നാട് ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ അവിടെ ഒരുമാതിരി പൂട്ടിയപ്പോഴാണ് നമ്മുടെ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലാമർ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ തമിഴ്നാട് എന്ത് ചെയ്ത്? എല്ലാ സ്ഥലത്തും നമ്മുടെ വീട്ടിൽ ഒരു TV ചീത്തയായി. ഒരു എഞ്ചിനീയർ അല്ല വരുന്നത്, ഒരു ടെക്നീഷ്യനാണ് വരുന്നത്. ടെക്നീഷ്യന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഒന്നില്ലെങ്കിൽ ITI അല്ലെങ്കിൽ പോളിടെക്നിക്. ധാരാളം പോളിടെക്നിക്കുകളും ധാരാളം ITIകളും സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? നാട്ടിൽ വരുന്നത് തമിഴ്നാട് വിൽ ബിക്കം ദ ലേബർ ഹബ്. ലോകത്തിന് ലേബർ സപ്ലൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് മാറും. അന്നത്തെ ചീഫ് മിനിസ്റ്റർ, അന്ന് എനിക്ക് തോന്നുന്നു ചീഫ് മിനിസ്റ്റർ ജയലളിതയായിരുന്നു. സോ ദർ ആർ ലോട്ട് ഓഫ് നൗ പുതിയ അവർ എഞ്ചിനീയറിംഗ് കോളേജെല്ലാം പലതും പൂട്ടി, പിള്ളേരില്ല. പല എഞ്ചിനീയറിംഗ് കോളേജ് എന്തോ 35% എഞ്ചിനീയറിംഗ് സീറ്റ്സ് വേക്കൻ്റ് ആയിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ. ദർ ഈസ് നോബഡി. പിന്നെ നമ്മുടെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലും പാസ് പെർസെൻറ്റേജ് എത്രയാണ്? 50% താഴെയാണ്. 35% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി പിന്നെ 100 കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ 35 പേര് മാത്രമേ പാസ്സാകുന്നുള്ളൂ. വെറും പാസ്സായിട്ട് കാര്യമില്ല. അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണമെങ്കിൽ അതനുസരിച്ച് മാർക്ക് വേണം. സോ ദ ക്വാളിറ്റി എല്ലാം വളരെ ഗണ്യമായിട്ട് താഴോട്ട് പോവുകയും ചെയ്തു. ഓക്കെ, നൗ കംസ് ഇന്റഗ്രേഷൻ. വാട്ട് ഈസ് സംയോജനം വിത്ത് ദ ഗ്ലോബൽ ഇക്കോണമി. നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. സമഗ്ര ഗ്രാമീണ പദ്ധതികളെ പോലെ തന്നെ സമഗ്രമായിട്ട് നമ്മൾ
ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതനുസരിച്ച് നമ്മൾ നീങ്ങാൻ വേണം. അല്ലെങ്കിൽ നമ്മൾ വിത്തിൻ സെക്കൻഡ്സ് ആണ്, കണ്ണിങ്ങനെ അടച്ചു പൂട്ടുന്നതിന് മുമ്പ് തന്നെ ലോകം പോയി കഴിഞ്ഞു, പിന്നെ അവരെ പിടിക്കാനായിട്ട് പറ്റില്ല. സോ വി ഹാവ് ടു വൈ വിത്ത് പരസ്പരം മത്സരിക്കണം. അപ്പൊ ഇന്റഗ്രേഷൻ, അപ്പോ economic reforms as the pace of integration quickened since the beginning of economic reforms in the early 90s. മനസ്സിലായോ? ഇന്റഗ്രേഷൻ മറ്റ് രാജ്യങ്ങളായിട്ട് നമ്മൾ ഒത്തുപോകല് അത് നമുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? GDP റേഷ്യോ നിങ്ങൾ പറയാനാണ്. നോക്കിയേ, ഈ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയും നോക്കുമ്പോൾ നമ്മുടെ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്, ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ബൈ കൺട്രീസ്, regions in merchandise goods in the transport എന്തെയാണ്? കാരണം ലിബറലൈസേഷൻ വന്നപ്പോൾ നമ്മുടെ ഇക്കോണമി ഓപ്പൺ ആയി. ക്ലോസ്ഡ് ഇക്കോണമി ഇല്ല. ക്ലോസ്ഡ് ഇക്കോണമി മീൻസ് നോ ട്രേഡ് റിലേഷൻസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ചൈനയൊക്കെ ഒരു സമയത്ത് അതാണ്. ചൈനയൊക്കെ മനസ്സിലായി ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കൂല. അപ്പൊ എന്ത് ചെയ്ത് അവര് പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ അവര് തുറന്നു കൊടുക്കാൻ തുടങ്ങി. വിദേശ രാജ്യങ്ങൾ അവിടെ പോയി നിക്ഷേപം നടത്തി അവിടെ പ്രൊഡക്ഷനും അവർ തുടങ്ങി. നോക്കിയ GDP-യുടെ റേഷ്യോ, എക്സ്പോർട്സിന്റെ ഷെയർ നോക്കിയ ഏഷ്യയിൽ 26. ഓക്കെ, ചൈനയിൽ എന്താണ് 2.5 ആണ് എക്സ്പോർട്ടിന്റെ ഷെയർ. 93 ഇന്ത്യയുടെ 0.6 ആണ്. പക്ഷെ ഇന്ത്യ ഒരു 2014 ആയപ്പോൾ കുറച്ച് വ്യത്യാസം കാണിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ 26, 32, 12, 7, 9.8 നിന്ന് ജപ്പാൻ താഴേക്ക് വന്നു. ഇന്ത്യ യഥാർത്ഥത്തിൽ 1.7 ഉയരുകയും ചെയ്തു. അതുപോലെ തന്നെ ഇമ്പോർട്ട് ഷെയർ ഏഷ്യ 21.5 ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ നിങ്ങൾക്ക് നോക്കാം 0.6 നിന്ന് 2.5 2014 യഥാർത്ഥത്തിൽ ഇത് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ടേബിൾ ഫോമിൽ കൊടുത്തിരിക്കുന്നതാണ്. ദെൻ മീൻ ടാരിഫ്. What is mean? An indicator of the measuring of countries' integration. മറ്റ് രാജ്യങ്ങളായിട്ട് ഒത്തൊരുമിച്ച് the rest of the world, it is through the country's mean tariff. എന്താണ് mean tariff rate for all products in India has declined from 80% in 1990 to 6.3% in 2012. The diversification of exports. Exports ധാരാളം എന്താണ് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ വെച്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബ്രിട്ടനിൽ കൂടിയായിരുന്നു ഏറ്റവും കൂടുതൽ വ്യവസായം. ഏകദേശം 80% ഓഫ് ദ ട്രേഡ് റിലേഷൻസ് വാസ് ഇന്ത്യ വാസ് ഹാവിങ് ട്രേഡ് റിലേഷൻസ് വിത്ത് ബ്രിട്ടൻ. മറ്റു രാജ്യങ്ങളായിട്ടൊന്നും അത് ഇതില്ല. പക്ഷേ അതിനുശേഷം ഇന്ത്യ മറ്റ് സൗത്ത് ആഫ്രിക്ക, നൈജീരിയ, സൗത്ത് ആഫ്രിക്ക, റഷ്യ ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള കൺഫ്ലിക്റ്റ് കാരണം റഷ്യക്കെതിരായിട്ട് ഇത് സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാങ്ഷൻ മീൻസ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും റഷ്യ ഇന്ത്യക്ക് വളരെ ചീപ്പായിട്ട് എണ്ണ കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ കാര്യമായിട്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയ്ക്ക് വ്യത്യാസമില്ലാതെ കാര്യമായിട്ട് നിന്നു പോകുന്നത്. ഇപ്പോൾ ഡൈവേഴ്സിഫിക്കേഷനും എക്സ്പോർട്സും ഒരു രാജ്യത്തിനോട് മാത്രം നമ്മൾ ആശ്രയിച്ചില്ല, മറ്റു പല പല രാജ്യങ്ങളിലേക്ക് നമ്മൾ വ്യാപിക്കുകയും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് കോമ്പോസിഷൻ ഓഫ് നമ്മൾ പ്രധാനമായിട്ട് ജൂട്ട്, റോ മെറ്റീരിയൽസ്, ജൂട്ട്, അതുപോലെ തന്നെ പിന്നെ കോട്ടൺ, പിന്നെ ഷുഗർ കെയിൻ, ഇതെല്ലാമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാത്ത ട്രഡീഷണൽ ഗുഡ്സ് ഒക്കെ ഇപ്പൊ നോ മോർ വി ആർ നോട്ട് എക്സ്പോർട്ടിങ് മച്ച്. നമ്മൾ എഞ്ചിനീയറിംഗ് ഗുഡ്സ് ആയി, ടെക്സ്റ്റൈൽ ഗുഡ്സ്, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഹാൻഡിക്രാഫ്റ്റ്സ്, മനസ്സിലായോ? പിന്നെ IT എനേബിൾഡ് പ്രോഡക്ട്സ്, സർവീസസ്, ഇതെല്ലാം നമ്മൾ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കാൻ തുടങ്ങി. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് കോമ്പോസിഷൻ ഓഫ് എക്സ്പോർട്സ് എന്ന്. ദെൻ ഡയറക്ഷൻ ഓഫ് എക്സ്പോർട്സ് ഓൾസോ വി ആർ ഓൾസോ എക്സ്പോർട്ടിങ് ടു ദ ഷെയർ ഓഫ് ഏഷ്യ ഹാസ് ഇൻക്രീസ്ഡ് എ ലോട്ട്. നമ്മൾ യൂറോപ്പിലേക്ക് ഇത് ചെയ്യുന്നുണ്ട്, ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് കംസ് ദ ഫൈനാൻഷ്യൽ ഇൻ്റഗ്രേഷൻ. എന്താണ് FDI മീൻസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്. നമുക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ FDI, FPO, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, ഇന്ത്യൻ മാർക്കറ്റിൽ അവർ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ധാരാളമായിട്ട് കൊണ്ടുവന്ന് നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം നിങ്ങൾ സൗകര്യമുള്ളപ്പോൾ വായിക്കുക. ഇനി സ്ട്രക്ചറൽ ചേഞ്ചസ്, ഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ.
പ്രധാനമായിട്ട് എന്താണ് സ്ട്രക്ചറൽ ചേഞ്ചസ് എന്ന്? ഇക്കണോമിക് ഡെവലപ്മെന്റ് നമ്മൾ ഏത് ചരിത്രം എടുത്ത് നോക്കിയാലും, ഏത് രാജ്യത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ സാധാരണ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല, അവിടെ സ്ട്രക്ചറലായിട്ട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. എന്താണ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഓഫ് എന്താണ് ഇത്? ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ട്രാൻസ്ഫർ ഓഫ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഈസ് എവിഡൻസ്ഡ് ഇൻ ടേംസ് ഓഫ് മേജർ ചേഞ്ചസ് ഇൻ മേജർ സെക്ടറൽ കോൺട്രിബ്യൂഷൻസ്. എന്താണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ, ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ ടു GDP-യിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ഒരു രാജ്യത്തിൽ എപ്പോഴാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ മോസ്റ്റ് കോമൺ സ്ട്രക്ചറൽ ചേഞ്ചസ് നമുക്കറിയാം, ഒന്ന് ഇൻകത്തിലും എംപ്ലോയ്മെന്റ് ഷെയറിലും. എവിടെയാണ്? അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് സർവീസ് സെക്ടേഴ്സ്. എന്താണെന്ന് നമുക്ക് പറയാം. ഇവിടെ ഇത് പ്രധാനമായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് an economy ഉദാഹരണമായിട്ട് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് ഒരു അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമിയാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖല ആശ്രയിക്കുന്ന ഒരു രാജ്യം എപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമിയാണ്. ആ അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാർഷിക മേഖലയെ മാത്രം ആശ്രയിക്കുന്ന രാജ്യം എല്ലാം ഇപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമിയാണ്. പക്ഷേ ചില രാജ്യങ്ങളിനകത്ത് രക്ഷപ്പെടും. കാരണം എന്താണ്? അവർ കാർഷിക മേഖലയോട് തന്നെ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസും കൂടെ കൂടി. എന്താണ് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്? കാർഷിക മേഖലയിൽ നിന്ന് മാത്രം അവരുടെ റോ മെറ്റീരിയൽസിന് ആശ്രയിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളെ നമ്മൾ പറയുന്നത് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഉദാഹരണമായിട്ട് ജൂട്ട് ഇൻഡസ്ട്രി, ഷുഗർ കെയിന് വേറെ ഒന്നുമില്ല, കൃഷി ചെയ്ത് തന്നെ കരിമ്പുണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് കൂട്ടിക്കഴിയുമ്പോൾ ചില രാജ്യങ്ങൾ, ന്യൂസിലൻഡ്, അർജന്റീന, ഈ രാജ്യങ്ങളൊക്കെ സമ്പന്ന രാജ്യങ്ങളായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ ഷെയർ ഓഫ് ദി അഗ്രികൾച്ചർ in GDP however shrunk over a time to indicate their operations. എന്തുകൊണ്ടാണ്? ഇവർ കാർഷിക മേഖല മോഡേണൈസ് ചെയ്ത്, ആ കാർഷിക മേഖല മോഡേണൈസ് ചെയ്തപ്പോൾ കാർഷിക മേഖല അല്ലാതെ ആയി പോവുകയും അത് ഇൻഡസ്ട്രിയൽ മേഖലയായി മാറുകയും ചെയ്തു. കാർഷിക മേഖലയിൽ മോഡേണൈസേഷൻ നടന്നപ്പോൾ അവര് ആ മോഡേണൈസേഷൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആയിട്ട് അവർ കണക്കാക്കുകയും ചെയ്തു. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ therefore is industrialization, that is organized way of carrying out activities, moving away from the traditional unorganized farming to modern farming practices in agriculture, അതുപോലെ നോൺ ഫാമിംഗ് in the industries. Then with such a development over time, the share of industry in these economies has increased and agriculture. നോക്കിക്കൊള്ളുക. ആദ്യം തന്നെ ഞാൻ പറയാം, ഇത് പിന്നീടും പറയും, അപ്പൊ ഞാൻ പറഞ്ഞു തരില്ല. ഏതൊരു രാജ്യവും സാമ്പത്തികമായിട്ട് പുരോഗമിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ജനങ്ങളിലും സെക്ടറിലും 3 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരും. ഒന്ന്, ആദ്യം കൂടുതൽ ആളുകൾ കാർഷിക മേഖലയിലായിരിക്കും. രണ്ടാമത് ഇൻഡസ്ട്രിയൽ മേഖലയിലായിരിക്കും. കാരണം കാർഷിക മേഖല മോഡേണൈസ് ചെയ്യുമ്പോൾ അവർക്കൊരു തൊഴിലാദ്യം വരുമ്പോൾ they will come and settle down in the industrial sector. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എല്ലാവരെയും അവർക്ക് എടുക്കാനായിട്ട് അവർക്ക് മേഖല ആവശ്യത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത കാരണം people will go and settle in the service sector. അപ്പോൾ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ. നേരെ മറിച്ച് ഇന്ത്യയിലുണ്ടായ വളർച്ചയുടെ വ്യത്യാസം ഇതാണ്. കാർഷിക മേഖലയിൽ ധാരാളമായിട്ട് ആളുകളുണ്ടായി, ജോലി ചെയ്യാനായിട്ട് ആളുകളുണ്ടായി. പക്ഷേ ഈ മോഡേണൈസേഷൻ, ഹരിത വിപ്ലവമൊക്കെ വന്നപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള ആളുകൾ വ്യവസായ ശാലകളിലേക്ക് കയറി വന്നപ്പോൾ അവിടെ അവർക്ക് പട്ടണ പ്രദേശത്തിൽ ഇവർക്ക് ഈ പറഞ്ഞ ജോലിയൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ല. അപ്പോൾ അവരെന്ത് ചെയ്ത് ഈ പട്ടണ പ്രദേശങ്ങളിൽ തന്നെ ചേക്കേറിയിട്ട് അവർ സേവന മേഖലയിലേക്ക് അങ്ങനെ മാറി. വല്ല ഉന്തുവള്ളി തള്ളുന്ന എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്, മനസ്സിലായി, അല്ലെങ്കിൽ ബസ് ഡ്രൈവർ, അല്ലെങ്കിൽ കണ്ടക്ടർ, ഇങ്ങനെയൊക്കെ ആയിട്ട് മാറി. റോഡ് ഗതാഗതം, ടെലികമ്മ്യൂണിക്കേഷൻ, ഈ മേഖലയിലേക്ക് ആളുകൾ അങ്ങോട്ട് കൊമ്മിക്കുകയും. Therefore, the shift of the population, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറി സെക്ടറിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടായത്. നേരെ മറിച്ച് മറ്റ് രാജ്യങ്ങൾ അങ്ങനെയല്ല. പ്രൈമറി സെക്ടറിൽ നിന്ന് സെക്കൻഡറി സെക്ടറിലേക്കും സെക്കൻഡറി സെക്ടറിൽ നിന്നാണ് ടേഴ്സറി സെക്ടറിലേക്കും പോയപ്പോൾ ഇന്ത്യയുടെ വളർച്ചയുടെ തോത് വളരെ വളരെ വ്യത്യാസമായിരുന്നു. ഇനി ഗ്രോത്ത് ഓഫ് നാഷണൽ ഇൻകം ഇന്ത്യ. നാഷണൽ ഇൻകം ആദ്യമായിട്ട് നമ്മുടെ PC മഹാൽനോബിസിന് ചെയർമാനായിട്ടും ബാക്കി 2 പേരുണ്ടായി, DR ഗാഡ്ഗിലും VK.R.V. റാവോ, അത് മറ്റ് മെമ്പേഴ്സും. ഇവർ യഥാർത്ഥത്തിൽ പബ്ലിഷ് ചെയ്ത് 1948-49 നാഷണൽ ഇൻകം അന്ന് 8,830 കോടി രൂപയായിരുന്നു.
അന്നത്തെ ഇത് 51-56 ടാർഗറ്റ് 2.1%. ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇതെല്ലാം ഇതിനകത്ത് ഞാൻ പറയാൻ പോവുകയാണ്. ഇത് നോക്കിയിട്ട് ഇതിനകത്ത് തന്നെ ഇങ്ങനത്തെ കാര്യം. VKRB റാവോ. ദെൻ ഫിഫ്ത്ത് മേജർ 3 വാർഡ്സ് 71 വരെയും അതുപോലെ തന്നെ 79 വരെയും നമുക്ക് 2 മെയിൻ റീസൺസ് ഫോർ ദ ലാക്ക് ഓഫ് അച്ചീവ്മെന്റ്. ഈ ടാർഗറ്റ് എത്താൻ പറ്റാവുന്ന കാര്യം ഒന്ന് എന്താണ്? 3 യുദ്ധങ്ങൾ നെയ്ബറിംഗ് കൺട്രി, 2 പാകിസ്ഥാൻ യുദ്ധവും അതുപോലെ ഒരു ചൈനയായിട്ടുള്ള യുദ്ധം. രണ്ടാമത് 3 മേജർ ഡ്രൗട്ട്സ്, ആ സമയത്ത് 3 വരൾച്ച രാജ്യത്തിന് നേരിടേണ്ടി വന്നു. ആൻഡ് ഓഫ് ദീസ് 3 the first 2 affected the estimate 50 ലക്ഷം ആള്. 5.7 3% കിട്ടിയത്, 4.4 ഇവിടെ. പക്ഷെ ആ പുരോഗതി അവർക്ക് ഞാൻ പറഞ്ഞില്ല, പല സ്കാമുകൾ കൊണ്ടും. ഏത് രാജ്യത്തിനും നിലനിൽക്കണമെങ്കിൽ ആ രാജ്യത്തിന് നല്ലൊരു സ്ഥിരതയായിട്ടൊരു ഗവൺമെന്റ് വേണം. അതിന് കാര്യമായിട്ട് സ്ഥിരതയായിട്ടുള്ള ഗവൺമെന്റ്. കോൺഗ്രസ് ഗവൺമെന്റ് താഴെ വീണതിന് ശേഷം അതിനുശേഷം പിന്നെ ഒരു 5 വർഷത്തേക്ക് പല ഈ കോളീഷൻ ഗവൺമെന്റുകൾ വന്നു. അത് പലതും 5 മാസം 6 മാസം ഒക്കെ. BJP ആയിട്ട് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. BJP കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒറ്റയാനായിട്ടുള്ള ഒരു പാർട്ടി ജനതാ പാർട്ടിയുണ്ട്, അയാളുടെ പാർട്ടിയെ ബാക്കി എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ പലവരും സപ്പോർട്ട് ചെയ്ത് 6 മാസം കഴിയുമ്പോൾ ഗവൺമെന്റ് താഴെ വീഴും. പിന്നെ ഒരു സ്ഥിരത വന്നതാണ് പിന്നെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വന്നത്. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് രണ്ടാമത് UPA ഗവൺമെന്റ് വന്നപ്പോൾ, ആദ്യത്തെ ഗവൺമെന്റിന്റെ സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ ഗവൺമെന്റ് വന്നപ്പോൾ ആണ് ഏറ്റവും കൂടുതലായിട്ട് കുംഭകോണങ്ങളും അതേപോലെ തന്നെ സ്കാമും ബ്രൈബറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നത്. ദ പീരിയഡ് ഓഫ് 1918 ഓൺവേർഡ്സ്, 1980 തൊട്ട് ഓക്കെ, നമ്മുടെ ടാർഗറ്റ് വളരെ 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 കുറവായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒന്ന്, ഗ്ലോബൽ സ്ലോ ഡൗൺ ഫോളോയിങ് ദ ഈസ്റ്റ് ഏഷ്യൻ കൺട്രി. എന്താണ് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്? മീൻസ് ജപ്പാൻ, കൊറിയ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, പിന്നെ തായ്ലാൻഡ്, സിംഗപ്പൂർ, ഈ രാജ്യങ്ങളൊക്കെ പറഞ്ഞത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. അവർ ദെൻ എന്തുമാത്രമാണ് ഇന്റഗ്രേഷൻ, എക്കോണമിയുടെ ഗ്ലോബൽ ഇന്റഗ്രേഷൻ ഉണ്ടായെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. സക്സീഡഡ്, ഞാൻ പറഞ്ഞില്ല, സ്ട്രോങ് ഗവൺമെന്റ് വളരെയധികമായിട്ട് അത്യാവശ്യമാണ്. കാരണം സ്ട്രോങ് പോളിസി ഡിസിഷൻ ഉണ്ടാക്കണം, അതൊന്നും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. ദെൻ 1911 തൊട്ട് 12 വരെയുള്ള കാലഘട്ടങ്ങളിൽ കാര്യമായിട്ട് വർധന വരുത്താം. പക്ഷേ അതിനുശേഷം ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എമർജിംഗ് മാർക്കറ്റ് ഇക്കോണമീസ് ഓഫ് ദ വേൾഡ്, ദോ ദിസ് ട്രെൻഡ് വാസ് എവിഡൻസ് ബൈ ദി എൻഡ് ഓഫ് 1990. ഓക്കെ, ഇനി അടുത്തത് സെക്ടറൽ കോൺട്രിബ്യൂഷൻ നോക്കിക്കോളുക. അഗ്രികൾച്ചറിന്റെ കോൺട്രിബ്യൂഷൻ 1950 നമ്മുടെ പ്ലാനിങ് തുടങ്ങിയപ്പോൾ 53.1% ദേശീയ വരുമാനത്തിലേക്കുള്ളത്. വ്യവസായം 16.6, സേവന മേഖലകൾ 30.3. നോക്കിക്കൊള്ളുക. 11-12 ആയപ്പോൾ ഒരു ഏകദേശം 50-60 വർഷക്കാലമായപ്പോൾ ഏകദേശം ഡബിളായി. സേവന മേഖല ഏകദേശം ഡബിളായി. ഇൻഡസ്ട്രി വളർന്നത് കാര്യമായിട്ട് വളർന്നില്ല, 10% വർധനമുണ്ടായിട്ടുള്ളൂ. പക്ഷേ കാർഷിക മേഖലയുടെ പ്രാധാന്യം 53-ൽ നിന്ന് 13.9%. അതിന്റെ അർത്ഥം കൃഷി ഉൽപാദനം കുറഞ്ഞിട്ടല്ല, അവിടെ കുറച്ച് മോഡേണൈസേഷൻ വന്നു. അപ്പൊ പല ആളുകളും ട്രാക്ടറും അതുപോലെ തന്നെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ കൃഷിയിൽ ആവശ്യമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു. ദേ വെന്റ് ടു ദ ഇൻഡസ്ട്രി. പലർക്കും ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് ജോലി കിട്ടാൻ അവർക്ക് കൈത്തൊഴിലൊന്നും അറിയാൻ പാടില്ല, വിദ്യാഭ്യാസവും ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്ത്? ദേ വെന്റ് ടു ദ സേവന മേഖലയിലോട്ട് അവർ പോകാൻ തുടങ്ങി. സോ ഷെയർ ഓഫ് ദി അഗ്രികൾച്ചർ സെക്ടർ, ഷെയർ ഓഫ് ദി ഇൻഡസ്ട്രിയൽ സെക്ടർ നമ്മൾ പറഞ്ഞു 10% ഏകദേശം കൂടിയിട്ടുണ്ട്. ദെൻ സർവീസ് സെക്ടറിലാണ് കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായത്. എന്തുകൊണ്ടാണ് വ്യത്യാസം ഉണ്ടായത്? സർവീസ് സെക്ടറിൽ എന്തുകൊണ്ടാണ് വ്യത്യാസം ഉണ്ടായത്? ഒന്ന്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലുണ്ടായ വളർച്ച. ദെൻ ഈ വളർച്ച യഥാർത്ഥത്തിൽ അടിമണ്. വിത്ത് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, ഡിമാൻഡ് ഫോർ സർവീസസ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിസിറ്റി, സ്റ്റോറേജ് മീൻസ് ഇപ്പൊ സ്റ്റോറേജ് എന്നല്ല പറഞ്ഞത്, ലോജിസ്റ്റിക്. സ്റ്റോറേജിന്റെ വാക്ക് ഉപയോഗിക്കില്ല, ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ചിലവരൊക്കെ ലോജിസ്റ്റിക് മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ പോർട്ടുകളിലൊക്കെ പിന്നെ കാര്യമായിട്ട് അവരുടെ പ്രവർത്തനം നടക്കണം. ഫിനാൻസ് അവർ കാര്യമായിട്ട് ഇംപ്രൂവ് ചെയ്ത് അത് ടെർഷ്യറി സെക്ടറിൽ ധാരാളമായിട്ട് ജോലി കിട്ടി. ദെൻ
റാപ്പിഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ധാരാളമായിട്ട് ആളുകൾ പ്രൊവൈഡഡ് ഗ്രേറ്റ് സോഴ്സ് ഓഫ് എക്സ്പാൻഷൻ ഫോർ ദ കമ്മ്യൂണിക്കേഷൻ സെക്ടർ. അതുപോലെ ഡിഫൻസ്, സിവിൽ അഡ്മിനിസ്ട്രേഷൻ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ സർവീസസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഇതെല്ലാം കാര്യമായിട്ട് എക്സ്പാൻഡ് ചെയ്തു. നാലാമത് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ ഡിസ്പോസിബിൾ. വാട്ട് ഈസ് ഡിസ്പോസിബിൾ ഇൻകം? ഡിസ്പോസിബിൾ ഗ്ലാസ് അല്ല, അത് കേട്ടിട്ടുണ്ടാവുള്ളൂ. ഡിസ്പോസിബിൾ ഇൻകം മീൻസ് നമുക്ക് ഒരു 1000 രൂപയാണ് നമുക്ക് ഒരു ദിവസം കിട്ടുന്നതാണെങ്കിൽ, നമ്മുടെ ശമ്പളമാണെങ്കിൽ നമ്മുടെ കൈവശം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കൈവശം കിട്ടുന്ന അത് ഒരു മാസം നമുക്കൊരു 50,000 രൂപ ശമ്പളം വേണം. പക്ഷെ എല്ലാ ടാക്സും മറിച്ചതും PF എല്ലാം പിടിച്ചതിന് ശേഷം, ഇൻഷുറൻസും ലോൺ എല്ലാം പിടിച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ 20,000 രൂപ മാത്രമേ വരുവാണെങ്കിൽ അതാണ് പറയുന്നത് ഡിസ്പോസിബിൾ ഇൻകം. ദി എമൗണ്ട് ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു അസ് ടു സ്പെൻഡ്. ശമ്പളം 50,000 ഉണ്ടാകും, പക്ഷെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കൈ കിട്ടിയിരിക്കുന്നത് 20,000. അപ്പോൾ എന്താണ് 20,000 രൂപയാണ് നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകം. മിഡിൽ ക്ലാസ് ഇൻകത്തിൻ്റെ ഫാമിലിയുടെ ഇൻകം കൂടി. അപ്പോൾ അവർ എന്ത് ചെയ്ത് പലപ്പോഴും ടൂർ പോകാൻ തുടങ്ങി, ഔട്ടിങ്ങിന് പോകാൻ തുടങ്ങി, നല്ല ഇനം കാറുകൾ മേടിക്കാൻ തുടങ്ങി, ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പം മിഡിൽ ക്ലാസ് ഇൻകത്തിൻ്റെ വളർച്ചയാണ് IT മേഖലയിൽ. ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഡിസ്പോസിബിൾ ലാർജ് മിഡിൽ ക്ലാസ് സെക്ഷൻ ഡിമാൻഡ് ഫോർ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ടൂറിസം, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം എഴുതി. ദെൻ ദ സെക്ടറൽ കോൺട്രിബ്യൂഷൻ GDP 2013-19 ബേസ് ഇയർ 2011-12. ഇപ്പോൾ കോൺസ്റ്റന്റ് പ്രൈസിലാണ് എടുത്തിരിക്കുന്നത്, കറണ്ട് പ്രൈസില്ല. 2013-19 അഗ്രികൾച്ചർ 2013-14 അഗ്രികൾച്ചർ 2.7% GDP-യിലേക്ക്. 17, 16, 17, 18.8, 18, 19, 16.1. ഇൻഡസ്ട്രി കാര്യമായിട്ട് വ്യത്യാസമുണ്ട്. നേരെ മറിച്ച് 51, 13-14 നിന്ന് 54 യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയുടെ 1% കൂടിയിട്ടുണ്ട്. കാർഷിക മേഖലയുടെ പ്രാധാന്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ വ്യവസായ മേഖല ഏകദേശം 3% വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ സേവിങ് മീൻസ് അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ് നമ്മളുടെ സേവിങ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സേവിങ്സ്. നമുക്കറിയാം സേവിങ്സ് ഇല്ലാതെ നമുക്ക് നിക്ഷേപം നടത്താൻ പറ്റില്ല. നമ്മുടെ ചിഹ്നഭിന്നമായിട്ടുള്ള സേവിങ്സ് നമ്മൾ കൊണ്ട് ബാങ്കിലും അതുപോലത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മൾ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടേതായിട്ടുള്ള നിക്ഷേപം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതെടുത്ത് ആർക്കെങ്കിലും ഉൽപാദനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതന്നെ നമ്മൾ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡൊമസ്റ്റിക് സേവിങ്സ്, ഹൗസ് ഹോൾഡ് സേവ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട ഏജൻസികളാണ്. നമ്മൾ മനസ്സിലായോ? ഒരു രാജ്യത്തിൻ്റെ 3 പ്രിൻസിപ്പൽ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി ആർ ഹൗസ് ഹോൾഡ് സെക്ടർ, അതുപോലെ പ്രൈവറ്റ് കോർപ്പറേറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ. ഇവരെ 3 പേരുമാണ് സേവ് ചെയ്യുന്നത്. അതിനകത്ത് ഹൗസ് ഹോൾഡ് സെക്ടർ 23.6%, പിന്നെ പ്രൈവറ്റ് കോർപ്പറേറ്റ് 9.5%, പബ്ലിക് സെക്ടർ 1.5%. 2014 19 ഹൗസ് ഹോൾഡിന് കുറഞ്ഞു, പിന്നെ പ്രൈവറ്റ് സെക്ടറിന് കൂടി, പബ്ലിക് സെക്ടർ യഥാർത്ഥത്തിൽ കുറയുകയും ചെയ്തു. ദെൻ 2017-18 ഹൗസ് ഹോൾഡ് സെക്ടറിൻ്റെ വീണ്ടും കുറഞ്ഞു, ഗവൺമെൻറ് സെക്ടർ വലിയ വ്യത്യാസമൊന്നുമില്ല. പബ്ലിക് സെക്ടറിൻ്റെ എമൗണ്ട് യഥാർത്ഥത്തിൽ 1.7 ആയിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് മീൻസ് ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? സേവ് ചെയ്യുന്ന ആരാണ്? ഈ 3 വ്യക്തികളാണ്, ഹൗസ് ഹോൾഡ്, പ്രൈവറ്റ് കോർപ്പറേറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഈ 3 പ്രധാനപ്പെട്ട ഏജൻസിയാണ്. ഒന്ന് ഹൗസ് ഹോൾഡ് സെക്ടർ, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ, പ്രൈവറ്റ് കോർപ്പറേറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ. അപ്പോൾ ഡൊമസ്റ്റിക് സേവിങ്സ് നമുക്കറിയാം, FDI, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മളുടെ ഡൊമസ്റ്റിക് സേവിങ്സിന്റെ കുറവ് വന്നിട്ട് ആ കുറവ് യഥാർത്ഥത്തിൽ ഡൊമസ്റ്റിക് സേവിങ്സിന്റെ കുറവ് നിർത്തിയത് ഫോറിൻ നിന്ന് നമ്മുടെ ആളുകൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന വരുമാനം അവരെ ജന്മനാട്ടിലേക്ക് അടച്ചത് ഒരു പ്രധാനപ്പെട്ട അത് ആ ഒരു ഇത് ഹോള് അതനുസരിച്ച് അടക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ഇതുകൂടാതെ ധാരാളം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം വിദേശ ഫണ്ടുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ദെർഫോർ ഇൻവെസ്റ്റ്മെന്റിന് യാതൊരു വിധത്തിലുള്ള ഒരു കോട്ടം ഇതുവരെ വന്നിട്ടില്ല. ദെൻ എംപ്ലോയ്മെന്റ് എന്തുമാത്രമാണ് എംപ്ലോയ്മെന്റ് നോക്കിയേ. അഗ്രികൾച്ചർ 1990-99 എന്താണ് 59.9%, പിന്നെ ഇൻഡസ്ട്രി 16.4%, സർവീസസ് 23. ഓക്കെ, അത് 26 59-48 കുറഞ്ഞ് 16 ഏകദേശം ഇതിൽ 24.3 8% ഇൻഡസ്ട്രിയുടെ വളർച്ചയിലുണ്ടായി, 3% സർവീസ് സെക്ടറിന്റെ വളർച്ചയിലുണ്ടായി. ദെൻ റൂറൽ എംപ്ലോയ്മെന്റ്, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ഇൻഡസ്ട്രീസ്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണ്.
പട്ടുനൂല് വളർത്തൽ, കൃഷി, പട്ടുനൂല് വളർത്തൽ, ഹോർട്ടിക്കൾച്ചർ, പിന്നെ എന്താണ് അനിമൽ ഹസ്ബൻഡറി, മൃഗത്തിൻ്റെ ഭർത്താവിനെ അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്, കന്നുകാലി വളർത്തൽ, ഇതെല്ലാമാണ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ നോൺ അഗ്രികൾച്ചർ, വേറെ മറ്റു ചില മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. കോമ്പോസിഷൻ റൂറൽ 78.4% കൃഷിയിലായിരുന്നു. നേരെ 9-10 ആയപ്പോൾ അത് 67.9% കുറവ് വന്നു. ആ കുറവ് വന്ന് ഞാൻ പറഞ്ഞല്ല, ദാറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ദ മെക്കനൈസേഷൻ. നോൺ അഗ്രികൾച്ചർ സെക്ടറിൽ 21 ആയിരുന്നു, പിന്നെ 32 അത് യഥാർത്ഥത്തിൽ 10%, 10.5% കൊണ്ട് യഥാർത്ഥത്തിൽ കൂടിയിട്ടുണ്ട്. നമ്മളുടെ ചേഞ്ചിങ് കോമ്പോസിഷൻ അഗ്രികൾച്ചർ, ചേഞ്ചിങ് കോമ്പോസിഷൻ. ഇനി അർബനൈസേഷൻ. നമുക്കറിയാം പട്ടണ പ്രദേശങ്ങൾ വളർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം there is a large scale migration from the rural areas to the urban areas. അപ്പം ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ വന്ന് പട്ടണ പ്രദേശങ്ങളിൽ ഏത് ചേരി പ്രദേശത്ത് താമസിച്ചാലും പട്ടണ പ്രദേശത്ത് നിന്ന് താമസിക്കാൻ ആളുകൾക്ക് വളരെ താല്പര്യം. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പെണ്ണ് ആദ്യം തന്നെ ചേട്ടാ നമുക്ക് ഇവിടെ താമസിക്കണ്ട, നമുക്ക് പോയി നമ്മുടെ അവിടെ എവിടെയെങ്കിലും പോയി ഒരു വീട് ഇപ്പോൾ തൽക്കാലത്തേക്ക് വാടകയ്ക്ക് എടുക്കാം, കുഴപ്പമില്ല, നമുക്ക് രണ്ടിടയ്ക്കും ജോലിയുണ്ട്, മനസ്സിലായോ? പക്ഷേ പലപ്പോഴും അത് ഫെയിലായി പോയിട്ടുണ്ട്. ഇപ്പോൾ അർബനൈസേഷൻ വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം മൈഗ്രേഷനാണ്. ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണ പ്രദേശങ്ങളിലേക്ക് ജോലി തേടി ആളുകൾ വരുന്നതിനെ പറഞ്ഞത് മൈഗ്രേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ചേഞ്ച് ഇൻ ദ റൂറൽ അർബൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. 1962 82% ജനങ്ങളും ഗ്രാമത്തിലായിരുന്നു താമസിച്ചത്, മനസ്സിലായോ? 1911 ആയപ്പോൾ 68%. പട്ടണ പ്രദേശങ്ങളിൽ 18% ഉണ്ടായത്, 31% പട്ടണ പ്രദേശങ്ങൾ. ഇപ്പോൾ യഥാർത്ഥത്തിൽ പട്ടണം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സെമി അർബൻ ഏരിയാസ് ഉണ്ട്, ചെറിയ ചെറിയ ടൗണുകളും, മനസ്സിലായോ? വെൽ ഡെവലപ്ഡ് മാർക്കറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും കൃഷിയും പച്ചക്കറിയും ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നേരെ മറിച്ച് റോഡ് കണക്ടിവിറ്റി ഉണ്ട്. ആ പ്രദേശത്തേക്ക് ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് താമസിക്കുന്നത്. അത് അർബൻ എന്നും പറയാൻ പറ്റില്ല, റൂറൽ എന്നും പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ നമുക്കറിയാം, നമ്മൾ ഒരു ബസ്സിനോ ട്രെയിനൊക്കെ യാത്ര പോകുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ കുറേ കെട്ടിടങ്ങളും വീടുകളും ചില ഷോപ്പുകളും ഇതൊക്കെ ഉണ്ട്. അതൊരു ചെറിയ ടൗണായിട്ട് ഡെവലപ്പ് ചെയ്യും. അവിടെയാണ് ആളുകൾ കൂടുതലായിട്ട് വന്ന് താമസിക്കുകയും ചെയ്യുന്നത്. റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇത് നമുക്കറിയാം. താങ്ക് യു. നാളെ ഉണ്ട് കേട്ടോ ക്ലാസ്. ഞാൻ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു വെരി മച്ച്.